ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യ സീരീസിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സാമ്പാർ. അപ്പോൾ ആ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സദ്യയിലേക്ക് മാത്രമല്ല, ഇഡ്ഡലി, ദോശ അങ്ങനെ ഇതിലേക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/4 കപ്പോളം പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ കുക്കറിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-12 വെളുത്തുള്ളി കേട്ടോ, ചെറുതായതുകൊണ്ടാണ് അത്ര അധികം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പോളം മഞ്ഞളും ഒരു 1/4 കപ്പോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് 2 വിസിൽ അടിച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം ഇതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സ്റ്റൗവിൽ മാറ്റി വെക്കുകയാണേ. അപ്പോൾ എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നല്ലപോലെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും മത്തനും കുമ്പളങ്ങയും ക്യാരറ്റും വഴുതനങ്ങയും പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഇട്ട് കൊടുത്തതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വെള്ളം കമ്മി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതിലേക്ക് 2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ വേവാനായിട്ടൊന്ന് അങ്ങ് മാറ്റി വെക്കാം. ഇതുപോലെ അങ്ങ് തുറന്ന് വെച്ചിട്ട് തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് വേവായിട്ട് വരും കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇപ്പോൾ അതാ ഏകദേശം അങ്ങനെ പച്ചക്കറികളൊക്കെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നങ്ങ് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു കടായി പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് താളിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടിയിട്ട് വരുന്ന ടൈമോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം ചെറിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അത് ഏകദേശം ഒന്ന് വഴന്ന് വന്നു കണ്ടാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ലേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 വറ്റൽമുളക് കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു പൊടിയുടെ പച്ചസ്മെല്ലോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് ടൈം അങ്ങ് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ ഇനി ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വാളംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറുനാരങ്ങയുടെ സൈസിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള കേട്ടോ. ഏകദേശം 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങിട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈം അതിലൊന്നും അങ്ങ് വഴറ്റിയിട്ട് കൊടുക്കുകയാണേ. കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ മറ്റേതിൻ്റെ കൂടെ മറ്റേ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകട്ടെ. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത്. അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ടെടുത്താൽ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് കൊട്ടിയിട്ട് കൊടുക്കാം. ഇനി വെള്ളം എന്തെങ്കിലും കമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ടൈറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീണ്ടും ഒരു 2 കപ്പോളം കൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ലൂസ് മതി കേട്ടോ, വല്ലാണ്ട് അങ്ങ് ലൂസാക്കി എടുക്കണ്ട. ഈ ഒരു തിക്കാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മൊത്തം അങ്ങനെ അത് കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കുറച്ച് ടൈം. ഇപ്പോൾ അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് ടൈം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ലാസ്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് കുറഞ്ഞ അളവിൽ കുറച്ച് ശർക്കര കേട്ടോ, കുറഞ്ഞ അളവിൽ മതിയേ ശർക്കര, മധുരം കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറഞ്ഞ അളവിൽ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു സാമ്പാറിന് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിമിങ് ഓഫ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഈ ചൂടോട് കൂടി കഴിക്കണേക്കാട്ടിലും. അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.